Glory to God. Hello friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു വചനം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഈ വചനം പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ വീഡിയോയോ അല്ലെങ്കിൽ വ്ളോഗോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു വചനം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു വചനം കേട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് നല്ലൊരു സന്തോഷം പോലെ ആയിരിക്കും നമുക്ക് ആ ഒരു ഫുൾ ഡേ. അപ്പോൾ ഞാനും അച്ചും അനിയത്തി ഞങ്ങൾ രണ്ടുപേരും വചനം പഠിക്കാറുണ്ട്. ഇപ്പോൾ ഓരോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വചനം ഇടും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വചനം പറയുമ്പോൾ അത് കേട്ട് അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ അത് കേട്ടത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ദൈവവചനം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ ഇതത്രേ. സദൃശ്യവാക്യങ്ങൾ 16:1. ഫ്രണ്ട്സ്, ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അതായത് നമ്മൾ ഹ്യൂമൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കും. നമുക്ക് എല്ലാവർക്കും ഒരു ഡിസിഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഓരോരുത്തരും ഓരോ ഡിസിഷൻ എടുക്കും. പക്ഷെ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ ഇതത്രേ. നമ്മൾ ഏത് ഡിസിഷൻ എടുത്താലും അത് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചെയ്യണമെങ്കിൽ നമുക്കത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ഡിസിഷൻ, നമുക്ക് ഈ ഒരു ഡിസിഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ ഡിസിഷൻ, ഇപ്പോൾ നമുക്കിതാണ് ആഗ്രഹം, അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആളായിരിക്കും നമ്മളാണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിന് നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മളെപ്പോഴും നടക്കുക. ബൈ ബൈ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിവിടെ കൊച്ചിയിൽ ആദ്യത്തെ വാട്ടർ മെട്രോയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടുത്തെ ഹൈക്കോർട്ടിൽ ആ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയത്തെ വിശേഷങ്ങൾ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മളിവിടെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഹൈക്കോർട്ട് കണ്ടോ, കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ ഇനി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ആട്ടോ ചെല്ലേണ്ടത്. അപ്പോൾ നിങ്ങളെ ടിക്കറ്റ് കൗണ്ടറും കാണിച്ചു തരാം. ഭയങ്കര തിരക്കാട്ടോ ഗൈസ്, ഭയങ്കര തിരക്കാണ്, കണ്ടല്ലേ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്, ടിക്കറ്റ് കൗണ്ടറിലല്ല, ഞങ്ങളിത് ഇവിടെ ക്യൂവിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് അരമണിക്കൂറിന് കൂടുതലായി. എന്നിട്ട് ഈ ലൈൻ ഇത് ഇങ്ങനെ പോയി ഇത് കണ്ട് കുറേ പേരുണ്ട്. ലൈൻ കുറയുന്നേ ഇല്ല. ഞാൻ ഒരു വ്ളോഗിലും കണ്ടിട്ടില്ല അതിന് മുമ്പ് ഇങ്ങനെ കുറേ നേരം ക്യൂവിൽ നിൽക്കുന്നത്. പക്ഷെ കുറേ നേരം ഉണ്ട് കേട്ടോ ഗൈസ്. തന്നെ ഈ ലൈൻ മുമ്പോട്ട് പോകുന്നേ ഇല്ല. നമ്മളിങ്ങനെ പോയി അവിടെ എൻഡ് വരെ ഉണ്ട് കേട്ടോ ആൾക്കാരുടെ ക്യൂ. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അവർ എൻട്രൻസിൽ നിന്നും അവർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓടും, ഇടയ്ക്ക് നിൽക്കും. അങ്ങനെയാണ് ഇവിടുത്തെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കം. നമ്മളിവിടെ കുറേ നേരമായിട്ട് നിന്ന് തുടങ്ങിയിട്ട്, അരമണിക്കൂറിന് കൂടുതലായി. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇതേ പപ്പ അവിടെ മുമ്പിൽ പോയി നിൽക്കുന്നുണ്ട്. ഇന്ന് കണ്ട എന്തോരം പേരാ നോക്കി, മുമ്പിൽ തന്നെ ഇത്രയും പേരുണ്ട്. അവരുടെ ഇതുവരെയായിട്ട് ആയിട്ടില്ല. കണ്ടോ ഗൈസ്, കുറേ പേരുണ്ട്. കണ്ടോ, ഇവിടം വരെയുണ്ട് ആൾക്കാർ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെയുണ്ട് ആൾക്കാർ. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ എന്താണ്, കുറേ ദൂരമാണ്. എന്താണ്, ഇനി ടിക്കറ്റ് എടുക്കാൻ കുറച്ചും കൂടി നേരം എടുക്കുന്നു തോന്നുന്നു. കാരണം ഞങ്ങൾ നിൽക്കണത് കുറേ പുറകെയാട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കാണാം, നോക്കാം എന്താ പറ്റണമെന്ന്. അപ്പോൾ ഗൈസ്, കൈൻഡ് ഓഫ് ലൈക്ക് നമ്മൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് സ്റ്റക്കാവാതെ ഇരുന്ന് നമ്മൾ കയറുകയാണ്. അതർവൈസ് ഇവിടെ നിന്നാണ് സ്റ്റക്കായി നിൽക്കേണ്ടി വരും. അവിടെ നിന്നാണ് ടിക്കറ്റ് വാങ്ങിക്കുന്നത്. ഗൈസ്, അടയുവാണോ? അടയുകയാണോ ഗൈസ്, എന്താണെന്നറിയില്ല. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണേ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണത്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം ടിക്കറ്റ് എടുത്തിട്ട്. പിന്നെ ഇപ്പോൾ ഗൈസ്, കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഐ എം വെരി സോറി. പക്ഷേ എന്നാലും നമ്മൾ എൻട്രി ചെയ്യുകയാണ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്നാട്ടോ എൻട്രി ചെയ്യണേ. ഇതാണ് ആ ഒരിത്. ഇതിൻ്റെ അകത്തേക്ക് നടക്കാറുണ്ട്.
ഓക്കെ ഗൈസ് നമ്മൾ കയറി. അപ്പോൾ ഗൈസ് ഇതേവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ വാൾസൊക്കെ ഭയങ്കര നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ പോന്തൂണുകളുണ്ട്. ഇപ്പോൾ 3, 4, 5, 6 അങ്ങനെയായിട്ട് പോകുന്നത്. ഞങ്ങൾ കയറി പോകുന്നത് പോന്തൂൺ 3 വഴിയാട്ടോ. അടുത്തത് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഫ്രണ്ട്സ് ഡേ ഈ ഒരു ബോട്ട് ഇവിടുന്ന് മൂവായി തുടങ്ങിയിട്ടോ. ഇത് വൈപ്പിനിലേക്കുള്ളതാണോ? ഇത് വൈപ്പിനിലേക്കുള്ളതാണ്. ഇത് മൂവായി തുടങ്ങി. ഞങ്ങൾ കയറേണ്ട ബോട്ടിന് വരുന്നുള്ളൂ. കാണാം നമുക്ക്. അപ്പോൾ ഗൈസ് ഇത് ഞങ്ങൾ കയറുകയാണ് കേട്ടോ. നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മൾ പോന്തൂൺ 3 വഴിയാണ്. അല്ല നമ്മൾ പോന്തൂൺ 4 വഴിയായിട്ടോ കയറണേ. ഇതാണ് പോന്തൂൺ 4. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോന്തൂൺ 4 വഴിയായിട്ടോ കയറണേ. ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ കയറുകയാണ്. കണ്ടോ നല്ല രസമാണ്. നല്ല രസമുള്ള സ്ഥലമാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ SOS ഇതാണ്. ഇതിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റും കയറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബോക്സ് കണ്ടില്ലേ, അത് ഈ ബോട്ട് ഫുള്ള് ഇലക്ട്രിക് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഗൈസ്. പിന്നെ കണ്ടോ ഈ ഒരു റാമ്പ്, ഇത് വീൽ ചെയറിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല ഈസി ആയിട്ട് കയറി ഇരിക്കാൻ പറ്റിയതാട്ടോ ഗൈസ്. അപ്പോൾ നമ്മളത് ഗൈസ് നമ്മൾ വരുന്ന സീറ്റിൻ്റെ കളറെല്ലാം സെയിം ആട്ടോ. നല്ല രസമുണ്ട് ഗൈസ് ഇരിക്കാൻ. നമുക്ക് ആ സ്ക്രീൻ തന്നെ കിട്ടി. ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ് നിങ്ങളെ. നമ്മുടെ മുമ്പിൽ തന്നെയാണ് സ്ക്രീൻ. അപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ടിക്കറ്റ്, നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാനുള്ള ടിക്കറ്റ് ഇതാട്ടോ. അപ്പോൾ ഇത് മറ്റേ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കാർഡ് ഉണ്ടെന്ന്. സെക്കൻഡ്, ഇപ്പോൾ ക്ലിയർ. ഞാൻ പറഞ്ഞില്ല കാർഡ് ഉണ്ട്. ഇതാണ് കേട്ടോ കാർഡ്. കൊച്ചി 1 എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ഇത് പ്രീപെയ്ഡ് കാർഡാട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഷോപ്പിംഗ് ഒക്കെയും ചെയ്യാം. ഈ ടിക്കറ്റ് വെച്ച് ചെയ്യാമോ അങ്ങനെ അറിയില്ല. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ് കണ്ടോ ഇവിടെ ചാർജിങ്ങിന് സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്ക്. ഈ ചാർജർ കയറുന്നില്ല. ഇത് ഗൈസ് അവിടെ ഇത് കണ്ടോ, അവിടെ എന്താ പറയുക ആ ഗ്ലാസ് അത് കാണാൻ പറ്റണില്ല. ഇപ്പോൾ അവിടെ ഗ്രാൻഡായിട്ട് ഇറങ്ങിട്ടു. പിന്നെ അതാണ് ബോൾഗാട്ടി പാലസ്. അത് ബോൾഗാട്ടി പാലസ് ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ മരങ്ങളുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റണില്ല. നല്ല രസമുണ്ട് കാണാൻ. കുറേ പേരുണ്ട്. ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളാണ് ഈ സ്ഥലം ഫുള്ള്. കണ്ടോ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കിട്ടി. ഇതിൽ 50 പേര് സ്റ്റാൻഡിങ്ങും 50 പേര് സിറ്റിങ്ങും ആട്ടോ. 100 പേര് മാത്രമാണ് ഒരു ബോട്ടിൽ പെർമിറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കുറേ നേരം ഏകദേശം ഒരു മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇപ്പോൾ ബോട്ടിൽ കയറാനുള്ള ചാൻസ് കിട്ടുന്നത്. ഞങ്ങൾ പോണത് കൊച്ചി ടു വൈപ്പിനാട്ടോ. പിന്നെ വൈപ്പിനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാട്ടോ. കുറേ കണ്ടെയ്നേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ അതും ക്ലിയർ അല്ല, ഭയങ്കര വെയിലുണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്. കുറേ ദൂരമാണ് ഇവിടെ നിന്ന്. സൂം ചെയ്തപ്പോൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രാൻഡ് ഹൈറ്റ് ഇപ്പോഴും അവിടെ തന്നെയാണോ? ഗ്രാൻഡ് ഹൈറ്റ് കണ്ടോ ഇതാണ് ക്രെയിനിൽ കണ്ടെയ്നർ കാണാൻ പറ്റുന്നുണ്ട്. എടുത്തോണ്ട് പോന്നു കണ്ടോ. അവിടെ എടുത്തോണ്ട് ഇത് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യാൻ കൊണ്ടുവന്നതാ കേട്ടോ. ഇത് അവിടെ എന്തോ എടുത്തോണ്ട് വരണ്ട. അതെന്താ? അതും കണ്ടെയ്നർ തന്നെയാണ്. അതും കണ്ടെയ്നർ തന്നെയാണ്. ഇത് കണ്ടതേ ആ ട്രക്ക് കണ്ടോ, അതിവിടെ ലോഡ് ചെയ്യാൻ വെക്കുന്നതാണ്. കണ്ടോ ആ വലിയ ഷിപ്പ്, ഇതിനാണ് കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ വലിയ സാധനങ്ങൾ കണ്ടെയ്നേഴ്സ് ഒക്കെ ലോഡ് ചെയ്ത് കൊണ്ടുപോകും. ഇത് ട്രേഡിങ്ങിന് വേണ്ടിയാണോ? ഞാൻ ഇന്നറിഞ്ഞ ഇത്രയും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കണ്ടെയ്നർ കൊണ്ട് ഇപ്പോൾ ഒരെണ്ണം കൊണ്ടുപോയായിരുന്നു. അതെ ഇത് അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് കണ്ടോ. ആ വണ്ടി മൂവ് ചെയ്യുന്നു. അത് കൊണ്ടുവന്നതല്ലേ? അത് കൊണ്ടുവന്നതാണ്. ഈ ഓറഞ്ച് ഷിപ്പാണ് കണ്ടെയ്നർ ഷിപ്പ്. കണ്ടോ ഓറിനെ ഇപ്പോൾ പൊക്കി കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസമുണ്ട് ഇതിലിങ്ങനെ. ഫ്രണ്ട്സ് ഇവിടെ വേറെ ഒരു ബോട്ട്
ബോട്ട്. ഇത് തിരിച്ച് പോണ ബോട്ടല്ലേ? ഇത് തിരിച്ച് പോണ ബോട്ട്. ഇത് തിരിച്ച് പോണ ബോട്ടാണ്. ഇത് വൈപ്പിനിന്ന് കൊച്ചിയിലേക്ക് വീണ്ടും പോകുന്ന ബോട്ടാണ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് വൈപ്പിന്ന് കൊച്ചി. ഞങ്ങൾ വൈപ്പിനിന്ന് ഇപ്പം തന്നെ കൊച്ചിയിലേക്ക് പോകും. അതിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പപ്പ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ എല്ലാ ബോട്ടിനും ഉണ്ടല്ലോ ഒരു ബെല്ല് ഉണ്ടാവാറുണ്ട്. ഈ എല്ലാ ബോട്ടിനും ഒരു ബെല്ലുണ്ട്. ആ ബെല്ല് ഏതെങ്കിലും ബോട്ടിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയുള്ള ബോട്ടാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇത് ഫുള്ളി ഇലക്ട്രിക്. പിന്നെ ഞാൻ റാമ്പൊക്കെ കാണിച്ചത് അത് വീൽ ചെയറിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കയറിപ്പോയി ഈസിയാക്കിയ ഒരു റാമ്പാണ് കണ്ടോ. പിന്നെ ഇവിടെ ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ ഇട്ട് കൊടുക്കാനുള്ള ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ലൈഫ് ജാക്കറ്റിൻ്റെ ബോക്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല രസമാണ് ഗൈസ്, കാണാൻ അടിപൊളിയാണ്. വൈപ്പിൻ സ്റ്റേഷനിൽ എത്തിയത്, വൈപ്പിൻ ഹൈക്കോടതി സ്റ്റേഷൻ. അപ്പോൾ നമ്മളിനി ഇറങ്ങാൻ പോകാം കേട്ടോ.